അവിടെ അമ്പയർമാർ എടുത്ത തീരുമാനം ശരിയാണോ? പലരുടെയും വിചാരം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫുൾ ടോസിന് മാത്രമേ ഉള്ളൂ എന്നാണ്. ക്രിക്കറ്റ് നിയമം അനുസരിച്ച് കാർത്തിക് ത്യാഗി LSG KKR മത്സരത്തിലെ അവസാന ഓവറിലെ ആദ്യ 2 പന്തുകൾ വേസ്റ്റ് ഹൈറ്റിന് മുകളിൽ ഫുൾ ടോസ് അഥവാ ബീമർ എറിഞ്ഞിരുന്നു. ഉടനെ തന്നെ ഹർഷ ഭോഗലെ ഉൾപ്പെടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയ കമന്റേറ്റേഴ്സ് പോലും അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നും മറ്റൊരാൾ ബോൾ ചെയ്തേക്കുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ കാർത്തിക് ത്യാഗി തന്നെയാണ് ബാക്കിയുള്ള ബോളുകളും എറിഞ്ഞത്. അതെന്തുകൊണ്ട് എന്നൊരു സംശയം അവിടെ ഉയർന്നിരുന്നു. അവിടെ അമ്പയർമാർ എടുത്ത തീരുമാനം ശരിയാണോ? ക്രിക്കറ്റ് നിയമം അനുസരിച്ച് എനി ഡെലിവറി വിച്ച് passes or would have passed without pitching above waist height of the striker standing upright at the popping crease is unfair എന്നാണ്. Whenever such a delivery is bowled, the umpire shall call and signal no ball. അതെ, അവിടെ അത് അൺഫെയർ ആയി തന്നെയാണ് അമ്പയർ കണ്ടത്. നോ ബോൾ വിളിക്കുകയും ചെയ്തു. നിയമത്തിൽ ഇങ്ങനെയും തുടർന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ വരുന്ന ബോളുകൾ സ്ട്രൈക്കർക്ക് ഒരു പരിക്കിന്റെ റിസ്ക് ഉണ്ടാക്കുന്നവയാണ് എങ്കിൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ നോ ബോൾ വിളിച്ച ശേഷം ബോളറോടും മറ്റേ അമ്പയറോടും ക്യാപ്റ്റനോടും ബാറ്റേഴ്സിനോടും ഇത് ബോളർക്കുള്ള അവസാനത്തെ വാണിംഗ് ആണെന്ന് പറയണം. ആ വാണിംഗ് ആ ഓവറിൽ മാത്രമല്ല ആ ഇന്നിംഗ്സ് ഉടനീളം നിലനിൽക്കും. പിന്നീട് ഒരിക്കൽ കൂടെ അത്തരം ഡേഞ്ചറസ് ആയ ബോൾ ആ ബോളർ എറിഞ്ഞാൽ അപ്പോൾ തന്നെ നോ ബോൾ വിളിച്ച ശേഷം അയാളെ ബോളിംഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. മുൻപ് ചെയ്ത പോലെ മറ്റേ അമ്പയറോടും ക്യാപ്റ്റനോടും ബാറ്റേഴ്സിനോടും ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം. പിന്നീട് ബാക്കിയുള്ള ബോളുകൾ മറ്റൊരു ബോളറായിരിക്കും എറിയേണ്ടത്. ആ ബാക്കി എറിയുന്ന ബോളർ തൊട്ട് മുൻപുള്ള ഓവറിന്റെ പാർട്ട് എറിഞ്ഞ ആളോ ആവരുത്. അത് കഴിഞ്ഞുള്ള ഓവറോ അതിന്റെ പാർട്ടോ അയാൾ എറിയാനും പാടില്ല എന്നാണ് നിയമം. ഈ എറിയുന്ന ഫുൾ ടോസ് അപകടകരമാണോ അല്ലേ എന്ന് തീരുമാനിക്കുമ്പോൾ പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്ട്രൈക്കർ ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ ഒരു ബോൾ അപകടകരമല്ലാതാവുന്നില്ല. ബോളിന്റെ ഉയരം, ദിശ, സ്പീഡ്, ബാറ്ററുടെ കഴിവ് ഇതെല്ലാം പരിഗണിക്കണം. അതായത് വിരാട് കോഹ്ലിക്ക് എറിയുന്ന ഒരു അപകടകരമല്ലാത്ത ഒരു ബോൾ ഹർഷദീപ് സിംഗിന് അപകടകരമായി പരിഗണിച്ചേക്കും. ഇത്തരം ബോളുകൾ റിപ്പീറ്റഡായി എറിയുന്ന ഒരു പ്രവണത ഉണ്ടോ എന്നും നോക്കണം. ഇനി കാർത്തിക് ത്യാഗിയുടെ ഓവറിലേക്ക് വന്നാൽ ഈ 2 ബോളുകളും പ്രോപ്പർ ബാറ്ററായ ഹിമ്മത് സിംഗ് ആയിരുന്നു ഫേസ് ചെയ്തത്. അതുകൊണ്ട് സ്കിൽ ഓക്കെയാണ്. എന്നാൽ ആദ്യം എറിഞ്ഞ ബോളിന്റെ ദിശ ബാറ്ററുടെ നെഞ്ചിനും തലയ്ക്കുമൊക്കെ നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അപകടകരമായി കരുതണം. ആ ബോളിന് ത്യാഗിക്ക് അവസാനത്തെ വാണിംഗ് കിട്ടുകയും ചെയ്തു. ഇനി പറയുന്നത് രണ്ടാമത്തെ ബോൾ അമ്പയർ ട്രീറ്റ് ചെയ്ത രീതിയെക്കുറിച്ചാണ്. ആ രണ്ടാമത്തെ ബോൾ എന്നാൽ കുറച്ച് വൈഡായാണ് വന്നത്. അത് ബാറ്ററുടെ സുരക്ഷയ്ക്ക് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്ന ദിശയിലായിരുന്നില്ല വന്നത് എന്നതാണ് അവിടെ അമ്പയർ പരിഗണിച്ചത്. സ്കിൽഡായ ബാറ്ററുടെ ബോഡി ലൈനിന് വെളിയിൽ രണ്ടാമതായി മാത്രം എറിയപ്പെട്ട ഒരു എബോവ് വേസ്റ്റ് ഹൈറ്റ് നോ ബോൾ ആയ ഒരു അപകടകരമല്ലാത്ത ബോളായാണ് ആ ബോൾ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ത്യാഗിയെ അമ്പയർ സസ്പെൻഡ് ചെയ്തില്ല. അയാൾ തന്നെ വീണ്ടും എറിയാൻ അനുവദിക്കപ്പെട്ടു. അപ്പോഴും ഓർക്കുക, ഇന്നിംഗ്സിൽ ബാക്കിയുള്ള ഒരു സമയത്ത് ഒരു ഡേഞ്ചറസ് ബോൾ കൂടി എറിഞ്ഞാൽ അയാൾ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനെ. ഇതിലും 2 അഭിപ്രായം ഉണ്ടാവും. അവിടെ ആ അമ്പയർ പരിഗണിച്ചത് ഡേഞ്ചറസ് അല്ല എന്നാണെന്ന് മാത്രം. ഇത് മറ്റൊരു കളിയിൽ വേറൊരു രീതിയിൽ തീരുമാനം വന്നാൽ അപ്പോൾ അത് ഫിക്സിംഗ് ആണെന്നും അനുകൂലമായ ഡിസിഷൻ എടുത്തതാണെന്നും കരുതരുത്. ഇനി നമ്മൾ കളിക്കുമ്പോഴും ഓർക്കുക, 2 തവണ ഫുൾ ടോസ് വന്നാൽ ഉടനെ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നില്ല. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടെ പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാൻ. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ, പലരുടെയും വിചാരം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫുൾ ടോസിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ഷോർട്ട് പിച്ച് ബോളുകളും ഇങ്ങനെ ചില ഘടകങ്ങൾ പരിഗണിച്ച് ബോളർക്ക് സസ്പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളവയാണ്. അത് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം.